അരിത്തമെറ്റിക് സീക്വൻസിലെ മറ്റൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: പ്രൂവ് ദാറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് 2/3 കണ്ടെയ്ൻ ഓൾ ഓഡ് നമ്പേഴ്സ് ബട്ട് നോ ഈവൻ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടേം 1/3 ആണ്, കോമൺ ഡിഫറൻസ് 2/3 ആണ്. നമുക്കറിയാം ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായിട്ടല്ലോ അല്ലേ? ഈ സീക്വൻസിൽ അത് ഫസ്റ്റ് ടേം 1/3 ആയിട്ടും കോമൺ ഡിഫറൻസ് 2/3 ആയിട്ടും ഈ സീക്വൻസിൽ എല്ലാ ഓഡ് നമ്പേഴ്സും ഉണ്ടെന്നും എന്നാൽ ഈവൻ നമ്പേഴ്സൊന്നും ഇല്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എടുക്കാം. xn = dn + f - d. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. d എന്ന് പറയുമ്പോൾ 2/3, 2/3n + f 1/3 - d 2/3, 2/3n + 1/3 - 2/3, 2n/3, 2n/3 + 1/3 - 2/3 എന്ന് പറയുമ്പോൾ -1/3 ആണ് വരിക. ഓക്കെ, -1/3 നമ്മൾ ചേർത്ത് എഴുതുമ്പോൾ 2n/3 - 1/3. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതും ചേർത്ത് എഴുതാം. 2n - 1/3 എന്ന് എഴുതാം. അപ്പോൾ ഈ 2n - 1/3 എന്നുള്ളതാണ് ഈ സീക്വൻസിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ nth ടേം എന്ന് പറയുന്നത്. ഇനി ഇത് നോക്കിയിട്ട് വേണം നമ്മളിതിൽ എന്ത് പറയാൻ, ഇതിൽ ഓഡ് നമ്പേഴ്സ് ഉണ്ട് എന്നൊക്കെ പറയാൻ, അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് ഇല്ല എന്നൊക്കെ പറയാൻ. നോക്കൂ, 2n - 1 എന്ന് പറയുന്നത് എന്ത് നമ്പറാണ്? ഈ 2n എന്ന് പറയുന്നത് 2ൻ്റെ മൾട്ടിപ്പിളാണ്. അതായത് അതൊരു ഈവൻ നമ്പറാണ്. അതിൽ നിന്നും 1 എന്ത് ചെയ്യണം, സബ്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു ഈവൻ നമ്പറിൽ നിന്ന് 1 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എപ്പോഴും എന്തായിരിക്കും, ഒരു ഓഡ് നമ്പർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ 2n - 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്, ഒരു ഓഡ് നമ്പറിനെയാണ് അല്ലേ? ഈ ഓഡ് നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എപ്പോഴും എന്തായിരിക്കും, ഒരു ഓഡ് നമ്പർ തന്നെ ആയിരിക്കും അല്ലേ? അതിന് മീനിങ് എന്താ, ഇതിൽ എല്ലാ ഓഡ് നമ്പേഴ്സും ഈ സീക്വൻസിൽ കണ്ടെയ്ൻ ചെയ്യും. അതുപോലെ തന്നെ ഒരു ഈവൻ നമ്പർ പോലും എന്താണ് ഈ സീക്വൻസിൽ ഉണ്ടാവില്ല എന്നാണ് നമ്മളിതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, താങ്ക് യു.